ഇതുവരെ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സ്ഥലമായിരുന്നു ഒമാൻ. എന്നാൽ നിലവിൽ വരുന്ന വിവരങ്ങളനുസരിച്ച് ഒമാനിൽ നങ്കൂരമിട്ടിരുന്ന ചരക്ക് കപ്പൽ തീപിടിച്ചു. ഈജിപ്ഷ്യൻ ചരക്ക് കപ്പലാണ്. ഡ്രോൺ ആക്രമണത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ് തീ കത്തുകയായിരുന്നു. പുകച്ചുരുളുകൾ ഉയരുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. കൊടുത്തിൽ ഏറ്റവും രൂക്ഷമായ ആക്രമണം ഉണ്ടായത് ബഹ്റൈനിലും ഖത്തറിലുമാണ്. ആദ്യം ഖത്തറിലുണ്ടായി, പിന്നീട് ബഹ്റൈനിൽ ബഹുനില കെട്ടിടത്തിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സുരേഷ് വെള്ളിമുറ്റം, ഇപ്പോൾ ഒമാനിൽ ചരക്ക് കപ്പൽ കത്തിയ സാഹചര്യത്തിൽ കടലിൽ പോകരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കൂ. ഗവർണറേറ്റിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്. മുസണ്ടൻ ഗവർണറേറ്റിനോട് ചേർന്നുള്ള പ്രദേശം തന്നെയാണ് കസബ് തീരം എന്ന് പറയുന്നത്. ഈ കസബ് തീരത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത് ഒമാനും അതോടൊപ്പം തന്നെ ഇറാനും തമ്മിൽ കടൽ അതിർത്തി പങ്കിടുന്ന ഹോർമൂസ് കടലിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് ഈ മുസണ്ടവും അതോടൊപ്പം തന്നെ കസബ് തീരപ്രദേശവും. അവിടെയാണ് ഇപ്പോൾ ഈജിപ്ഷ്യൻ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ആ ഈജിപ്ഷ്യൻ കപ്പൽ കത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആ ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മത്സ്യബന്ധനത്തിന് അടക്കം കടലിൽ പോകുന്ന ആളുകൾ ഇത്തരത്തിലുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം, മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല, വിനോദസഞ്ചാരത്തിന് പോകാൻ പാടില്ല എന്നൊക്കെയുള്ള നിർദ്ദേശം ഈ ഗവർണറേറ്റിന്റെ മുസണ്ടൻ ഗവർണറേറ്റിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം അതീവ ജാഗ്രത വേണ്ടുന്നൊരു മേഖലയാണ് ഇത്. ഈ ഒരു പ്രദേശത്ത് കൃത്യമായി ഒമാന്റെയും അതോടൊപ്പം തന്നെ ഇറാന്റെയും ഏറ്റവും അടുത്ത ഭാഗത്തിന് ഏതാണ്ട് ഒരു 30-35 കിലോമീറ്റർ മാത്രമേ കടലിൽ വീതിയുള്ളൂ. അവിടെയാണ് ഇത്രയും നാളുകളായി ഇറാൻ വളരെ ശക്തമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നത്. ആ ഒരു മേഖലയോട് ചേർന്നിട്ടുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഈ കാണുന്ന വിധത്തിലുള്ള കപ്പലിന് തീപിടിച്ചിട്ടുള്ള അവസ്ഥയുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്കൊക്കെയുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ളതാണ് ഇറാന്റെ ഭാഗത്തു നിന്നും വരുന്ന നിർദ്ദേശം, ഒമാന്റെ ഭാഗത്തു നിന്നും വരുന്ന നിർദ്ദേശം. ഒമാൻ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അക്കാര്യമാണ് സുരേഷ് വെള്ളിമുറ്റം പങ്കുവച്ചത്. ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി. ഈജിപ്ഷ്യൻ ചരക്ക് കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്നു. പുകയുയരുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഈ കസബ് തീരപ്രദേശത്താണ് ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ഹോർമൂസ് കടലിനോട് ചേർന്ന പ്രദേശമാണ് ഇത്. മത്സ്യബന്ധനത്തിനും അല്ലാതെയും കടലിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട് ഒമാൻ എന്നാണ് ലഭ്യമാകുന്ന വിവരം.